ഹലോ, ഇന്ന് നമുക്ക് ഏറ്റവും രുചിയിൽ ഒരു ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഇടിയഞ്ചക്ക പീസാക്കി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഈ ഒരു അളവിൽ വേണം അരിയാൻ. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയാണ്. ഇത് മാത്രം പോരാ, നമുക്കിനി തേങ്ങ കുറച്ച് ചിരണ്ടിയത് വേണം. ഇനി ഈ ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തേങ്ങയും എല്ലാം കൂടി നമ്മൾ ഇതുപോലത്തെ ഒരു ജാറിലിട്ട് നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല, ചതയ്ക്കാനേ പാടുള്ളൂ. ഒന്നെങ്കിൽ അമ്മിക്കല്ലിലിട്ട് ചതയ്ക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ എല്ലാം വാരിക്കൂരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടണം കേട്ടോ. നമുക്ക് ആ കറിയിലേക്ക് വേണ്ട അളവിൽ തന്നെ ഇട്ടോളണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ്. ഇതുപോലെ ചതഞ്ഞിരിക്കണം, ഒരുപാട് അരഞ്ഞ് ഇതായി പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചതച്ചെടുക്കാൻ. ഞങ്ങളപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പ്ലാവിൽ നിന്നാണ് കേട്ടോ ചക്ക ഒരെണ്ണം പറിച്ചത്. അവരോട് ചോദിച്ചിട്ടൊക്കെ തന്നെ കേട്ടോ പറിച്ചത്. ഈ ഒരു പാകത്തിന് മുള്ളൊക്കെ വലുതായി വരുന്നതിന് മുമ്പ് ഇടിയഞ്ചക്കയുടെ പാകത്തിൽ തന്നെ നമ്മൾ പറിച്ചെടുത്തോളണം. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് മീനും കൂടി വറുക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട കേട്ടോ. ഇന്ന് എൻ്റെ അനിയൻ്റെ ഒരു കൂട്ടുകാരൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കൂടി അമ്മ ഉണ്ടാക്കണതാണ്, രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കണതാണ്. ഇനി ഇടിയഞ്ചക്ക നമ്മൾ വേവിച്ച് നല്ലപോലെ ആവിയിൽ വേവിച്ച് നമ്മളൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലിട്ട് ഒരു ഗ്ലാസിൻ്റെ പുറകുവശം വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി ഇതുപോലെ ഒന്ന് പൊടി പോലെ ആക്കിയെടുക്കുക. അതും മിക്സിയിലിട്ട് അരയ്ക്കരുത് കേട്ടോ. ഇനി ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഈ കടുകിട്ട് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉഴുന്നിടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, ഏറ്റവും ടേസ്റ്റി ആയിരിക്കും അത്. അപ്പോൾ ഉഴുന്നില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇടുന്നില്ല. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇടുക. മൂത്ത് വരുമ്പോൾ കറിവേപ്പില. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ചക്ക. നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടിയഞ്ചക്കയിലൊക്കെ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഫുഡ് തന്നെയാണിത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടിയൊക്കെയുള്ള മിക്സ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെറുതെ ചേർത്ത് കൊടുത്താൽ പോരാ, നല്ല രീതിയിൽ എല്ലായിടത്തും എത്താൻ പാകത്തിന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വേണം കൊടുക്കാൻ. നമ്മൾ തീ ഓണാക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പിന്നിലുള്ള ആളുകൾ ഞാനും എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരല്പം ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇത്തിരി ചോറെടുത്തിട്ടുണ്ട്. കുറച്ച് ഇടിയഞ്ചക്ക തോരനും നല്ല കിളിമീൻ വറുത്തതും കൂട്ടി കഴിക്കാൻ പോണേ. നമുക്ക് പ്രത്യേക കറികളൊന്നും വേണ്ട. ഈ ഇടിയഞ്ചക്ക തോരനും ഒരു കിളിമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ചോറിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേക്കില്ല.